ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിലെ 6ാമത്തെ പാഠഭാഗമായിട്ടുള്ള ജീവൻ്റെ കുഞ്ഞറകൾ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ വിലയിരുത്താൻ പ്രവർത്തനം എല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഫുൾ ചാപ്റ്റർ നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതുമാത്രമല്ല, നമ്മൾ ഇതുവരെയുള്ള നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, 6ാമത്തെ പാഠഭാഗമാണ് നമ്മൾ പറഞ്ഞു അല്ലേ, ജീവൻ്റെ കുഞ്ഞറകൾ എന്നുള്ളതാണ്. കളിവീട് ഉണ്ടാക്കി കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നമ്മളൊക്കെ കളിവീടൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കട്ടകൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഓലൊക്കെ വേഞ്ഞുകൊണ്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും. എന്ത് രസമാണല്ലേ കളിവീട് നിർമ്മിക്കാൻ. കളിവീടുകൾ ഉണ്ടാക്കാനും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനും നമ്മുടെ ചുറ്റും കാണുന്ന പല സാധനങ്ങളും നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? അങ്ങനെ ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും എല്ലാ കൂട്ടുകാരും ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലേ? നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന വിവിധതരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ? മതിൽ കെട്ടുന്നതും വീട് നിർമ്മിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഇവിടെ എന്താണ്? ആദ്യത്തെ ചിത്രത്തിൽ കട്ട ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടി വീട് നിർമ്മിക്കുകയാണ് അല്ലേ? രണ്ടാമത്തേതിൽ ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ടാണ് വീട് നിർമ്മിക്കുന്നത്. ഈ രണ്ട് ചിത്രങ്ങളിലും നിങ്ങൾ എന്താണ് കാണുന്നത്? ഒന്നാമത്തെ ചിത്രം നമ്മൾ പറഞ്ഞു കളിപ്പാട്ടം കൊണ്ട് വീടുണ്ടാക്കുന്നതാണ്. രണ്ടാമത്തേത് ഇഷ്ടിക കൊണ്ട് വീടുണ്ടാക്കുന്നതാണ് അല്ലേ? ഇനി കട്ടകൾ ചേർത്ത് വെച്ചാണല്ലോ കളിവീടും കെട്ടിടവും നിർമ്മിച്ചത്. ഇതുപോലെ ഏതെങ്കിലും അടിസ്ഥാന വസ്തു ഉപയോഗിച്ചാണോ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്? ഇതിപ്പോൾ എങ്ങോട്ടാ പോയത്? നമ്മുടെ ശരീരത്തിലേക്കാണ് വരുന്നത് അല്ലേ? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇതേപോലെ എന്തെങ്കിലും വസ്തു ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാണോ? നമുക്കറിയില്ല അല്ലേ? നമുക്ക് എന്തായാലും നോക്കാം. കോശങ്ങൾ, സെൽസ്, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. ചെറുതും വലുതുമായ അനേകം കോശങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അവയുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ജീവനുള്ള ഏതൊരു വസ്തുവും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോശങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? വീട് പണിയാൻ ഉപയോഗിച്ച കട്ടയും കളിവീടുണ്ടാക്കാൻ കുട്ടി ഉപയോഗിച്ച വ്യത്യസ്ത നിറത്തിലുള്ള കട്ടകളും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും അല്ലേ? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി കഴിയുന്ന സംഭവങ്ങളാണ്. അതിൻ്റെ സവിശേഷതകളും തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് സാധിക്കും. എന്നാൽ കോശങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? മുൻ ക്ലാസ്സിൽ ഇലയിലെ സ്റ്റൊമാറ്റോ നിങ്ങൾ നിരീക്ഷിച്ചത് ഓർമ്മയില്ലേ? അവിടെ നമുക്ക് എന്താണ് ആ സ്റ്റൊമാറ്റോ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഏത് ഉപകരണം ഉപയോഗിച്ചാണ് നിങ്ങളത് കണ്ടത്? നമ്മൾ കണ്ടിട്ടുള്ളത് മൈക്രോസ്കോപ്പ് വെച്ചുകൊണ്ടായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് അത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത്? കാരണം നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കില്ല, അത്രയും ചെറുതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ കോശങ്ങൾ അതിസൂക്ഷ്മമായിട്ടുള്ളതാണ്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവ നിരീക്ഷിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് അവ നിരീക്ഷിക്കാൻ കഴിയുന്നത്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാൻ നാം മൈക്രോസ്കോപ്പാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി എന്താണ് മൈക്രോസ്കോപ്പിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇനി നമ്മൾ ആദ്യം പഠിക്കുന്നത്. സ്കൂളിലെ ശാസ്ത്ര ലാബിൽ നിന്ന് മൈക്രോസ്കോപ്പ് എടുത്ത് ടീച്ചറുടെ സഹായത്തോടെ അതിൻ്റെ ഭാഗങ്ങൾ പരിശോധിച്ച് ഏതൊക്കെ ഭാഗങ്ങൾ തിരിച്ചറിയാനാകുന്നുണ്ട് തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇവിടെ മൈക്രോസ്കോപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത് അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ്, നോബിളുകൾ, ക്ലിപ്പുകൾ, കണ്ടൻസർ, മിറർ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ ഒന്ന് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോശങ്ങളെ ഒന്ന് നിരീക്ഷിക്കാം. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിലെ ചില കോശങ്ങൾ നിരീക്ഷിച്ചാലോ? കോശങ്ങൾ അനായാസം എടുക്കാൻ പറ്റുന്ന ശരീരഭാഗങ്ങളാണ് കവിളിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. കവിളിലെ കോശം എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി എന്തെല്ലാം സാമഗ്രികളാണ് കരുതേണ്ടത്? അപ്പോൾ അതിന് നമുക്ക് ടൂത്ത് പിക്ക് വേണം, സ്ലൈഡ് വേണം, മെതിലിൻ ബ്ലൂ സ്റ്റൈൽ വേണം, കവർ ഗ്ലാസ് വേണം. ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായിട്ട് കഴുകുക. ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കവിളിൻ്റെ ഉൾവശം മൃദുവായി ചുരണ്ടുക. ടൂത്ത് പിക്കിൽ പറ്റിയിരിക്കുന്ന കവിളിലെ കോശങ്ങൾ സ്ലൈഡിൻ്റെ മധ്യഭാഗത്ത് വെക്കുക. ഇതിലേക്ക് ഒരു തുള്ളി മെതിലിൻ ബ്ലൂ സ്റ്റൈൽ ഉപയോഗിക്കുക. അതിനുശേഷം കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കൂ. നിരീക്ഷിച്ച കോശങ്ങളെ വരക്കാൻ ശ്രമിക്കൂ. അപ്പോൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതിൽ എന്തൊക്കെയുണ്ട്? കോശദ്രവ്യം, കോശസ്തരം, ന്യൂക്ലിയസ് എന്നിവ നമുക്ക് കാണാൻ വേണ്ടി
സാധിക്കും. കവിളിലെ കോശങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചല്ലോ. അതിന് ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ടെന്ന് ചിത്രത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കൂ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? കോശദ്രവ്യം, കോശസ്തരം, ന്യൂക്ലിയസ് അല്ലെ. ഇപ്പോൾ നിങ്ങൾ നിരീക്ഷിച്ചത് ജന്തുകോശമാണല്ലോ. സസ്യങ്ങളും ജീവനുള്ളതല്ലേ. ഇപ്പൊ നമ്മൾ നോക്കിയത് എന്താണ്? ജന്തുകോശം അഥവാ നമ്മുടെ കവിളിൻ്റെതാണല്ലേ. ഇനി ഈ ജീവനുള്ള വസ്തുക്കൾക്കൊക്കെ കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോൾ നോക്കിയത് ജന്തുവർഗത്തിൽ പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ സസ്യങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതുപോലെ കോശങ്ങൾ കൊണ്ടാവുമല്ലോ അവയും നിർമ്മിച്ചിട്ടുണ്ടാവുക അല്ലേ. നിങ്ങളുടെ ഊഹം എന്താണ്? ആയിരിക്കുമല്ലേ. ജീവനുള്ള വസ്തുക്കളൊക്കെ കോശങ്ങൾ കൊണ്ടാണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സസ്യങ്ങളും കോശങ്ങൾ കൊണ്ടായിരിക്കും. ഇനി ഉള്ളിയിലെ കോശങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ നിരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാണ്? ഉള്ളി, ബ്ലേഡ്, ഫോർസെപ്സ്, നീഡില്, വാച്ച് ഗ്ലാസ്, സഫ്രാനിൻ സ്റ്റെയിന്, ഗ്ലിസറിന്, ശുദ്ധജലം, കവർ ഗ്ലാസ്, ടിഷ്യൂ പേപ്പർ, സ്ലൈഡ്. അതിനുശേഷം വൃത്തിയാക്കിയ ഒരു ഉള്ളിയിൽ നിന്ന് ഫോർസെപ്സ് ഉപയോഗിച്ച് ഒരു നേരിയ പാളി വേർതിരിച്ചെടുക്കുക. ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുത്ത് നേർപ്പിച്ച സെഫ്രാനിൻ സ്റ്റെയിനിലേക്ക് ഇടുക. കുറച്ച് സമയത്തിന് ശേഷം സ്റ്റെയിൻ പിടിച്ച 2-3 കഷ്ണം എടുത്ത് വാച്ച് ഗ്ലാസ്സിൽ എടുത്ത ശുദ്ധജലത്തിൽ ഇടുക. ഇതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് സ്ലൈഡിൻ്റെ ഗ്ലിസറിനിൽ വെക്കുക. നീഡിലിൻ്റെ സഹായത്തോടെ കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. അധികമുള്ള ഗ്ലിസറിൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചു മാറ്റുക. തയ്യാറാക്കിയ സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കൂ. ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് പോലെ കോശങ്ങൾ കാണാൻ സാധിക്കുന്നില്ലേ? അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കോശങ്ങളെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി കോശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? അവയൊന്ന് നിങ്ങൾ വരക്കാൻ വേണ്ടി ശ്രമിക്കുക. കവിളിലെ കോശങ്ങളും ഉള്ളിയിലെ കോശങ്ങളും തമ്മിൽ സാമ്യം കാണുന്നില്ലേ? സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. പക്ഷേ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശം തന്നെയാണ്. ഇനി റോബർട്ട് ഹുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. 1665 റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. ഓക്ക് മരത്തിൽ നിന്ന് എടുത്ത കോർക്കിന്റെ ഒരു ചെറിയ ഭാഗം സ്വയം നിർമ്മിച്ച് മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചു. അതിൽ ചെറിയ അറകൾ പോലെയുള്ള ധാരാളം ഭാഗങ്ങൾ കണ്ടു. അദ്ദേഹം അതിനെ സെല്ല എന്ന് വിളിച്ചു. സെല്ല എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ്. ഇന്ന് നമ്മൾ അതിനെ കോശം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. ഇനി ഒരു തുള്ളി ജലത്തിലെ അത്ഭുത ലോകത്തെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു തുള്ളി ജലം നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാം. ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ പറയുന്നുണ്ട്. മൈക്രോസ്കോപ്പ്, കവർ ഗ്ലാസ്, വൈക്കോലിട്ട് തിളപ്പിച്ചാറിയ വെള്ളം, പാടത്തു നിന്നോ കുളത്തിൽ നിന്നോ ശേഖരിച്ച വെള്ളം, സ്പൂണ്. അപ്പോൾ വൈക്കോലിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് പാടത്ത് നിന്നോ കുളത്തിൽ നിന്നോ ശേഖരിച്ച കുറച്ച് വെള്ളം ഒഴിക്കുക. 4-5 ദിവസങ്ങൾക്ക് ശേഷം അതിൽ നിന്നും ഒരു തുള്ളി ജലം സ്ലൈഡിൽ എടുക്കുക. കവർ ഗ്ലാസ് കൊണ്ട് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഏതെങ്കിലും സൂക്ഷ്മജീവികളെ കാണുന്നുണ്ടോ? സൂക്ഷ്മജീവികളാണെങ്കിലും ഇവയുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോശം കൊണ്ടാണ്. ഇവയിൽ എത്ര കോശങ്ങൾ കാണും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പാരമീസിയം, അമീബ, യുക്ലീന തുടങ്ങിയവയൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇവയാണ് നമ്മൾ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്, യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അപ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് നമുക്ക് അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. അപ്പോൾ നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച ജീവികൾ ഏകകോശ ജീവികളാണ്. അവ ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യുഗ്ലീന, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇനി ബഹുകോശ ജീവികളുണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്. താഴെ കാണുന്ന ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. നാടവിര, കുളയട്ട, പാറ്റ, നക്ഷത്ര മത്സ്യം, തവള, പരുന്ത്, ഓന്ത്, ആന. അപ്പോൾ ഇവയെ കാണാൻ നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമുണ്ടോ? വേണ്ട. നമുക്ക് നേരിട്ട് തന്നെ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ചിത്രത്തിൽ കാണുന്ന ജീവികളുടെ ശരീരത്തിലും അനേകം കോശങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഒരു കോശം മാത്രമുള്ള ഈ ഏകകോശ ജീവികളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും സാധിക്കില്ല. ഇനി ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മനസ്സിലായി. ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹുകോശ ജീവികൾ. ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതാണ്. ഇനി ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും തമ്മിൽ സാമ്യമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ചലനം, പോഷണം, ശ്വസനം, അതുപോലെ തന്നെ ദഹനം, വിസർജനം, പുനരുൽപാദനം, ഇതൊക്കെയാണ് അല്ലേ.
നടക്കുന്നത്? ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളുടേതുപോലെ എല്ലാ ജീവപ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കാം. ഒരു കോശം ഏറെ വിശേഷം. ബഹുകോശ ജീവികളിൽ നടക്കുന്ന എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ഏകകോശ ജീവികളിലും നടക്കുന്നുണ്ട്. ഏകകോശ ജീവികളിൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് ഒരു കോശമാണ്. ഏകകോശ ജീവികളുടെയും ബഹുകോശ ജീവികളുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കി. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഈ പട്ടികയിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത് ഒരു കോശം മാത്രമുള്ളതാണ്. എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് ഒരു കോശമാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഉദാഹരണം ഏതാണ്? അമീബ, പാരമീസിയം, യുഗ്ലീന. ഇനി ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ശരീരം ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് പ്രത്യേക കോശങ്ങളും അവയവങ്ങളും ആണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ഉദാഹരണം മനുഷ്യൻ, ജന്തുജാലങ്ങൾ, സസ്യജാലങ്ങൾ. ഇതൊക്കെ ബഹുകോശ ജീവികളാണ്. ഇനി കോശത്തിനുള്ളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. കോശം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായ അടിസ്ഥാന ഘടകമാണ് അല്ലേ. ഇനി കോശത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഏകകോശ ജീവികളിലെയും ബഹുകോശ ജീവികളിലെയും കോശങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് തിരിച്ചറിഞ്ഞല്ലോ. കോശങ്ങളുടെ ഉൾഭാഗം എങ്ങനെയായിരിക്കും? ഈ രണ്ടും ഒരുപോലെ ആയിരിക്കുമോ? കോശങ്ങൾക്കുള്ളിൽ ഓരോ ധർമ്മം നിർവഹിക്കാനും പ്രത്യേക അംഗങ്ങളുണ്ട്. ഇവയെ കോശാംഗങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ കോശങ്ങൾക്കുള്ളിൽ ഓരോന്നും നിർവഹിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോശം ഒരു ഗ്ലാസ് മുറി പോലെയാണ്. ഒരു ഗ്ലാസ് മുറിക്കുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ടീച്ചർ ഉണ്ടായിരിക്കും, കുട്ടികളുണ്ടായിരിക്കും, ഭിത്തി ഉണ്ടായിരിക്കും അല്ലേ, അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ബോർഡ്, ബെഞ്ച്, ഡെസ്ക്, ഫാൻ എന്നിവയൊക്കെ ഉണ്ടാവും അല്ലേ. ഇവയുടെ എല്ലാ ഉപയോഗങ്ങളും ഒന്നാണോ? ഇപ്പോൾ ഫാൻ കൊണ്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഡെസ്ക് കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങളാണ് ഉള്ളത്. കോശങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളും വ്യത്യസ്തമാണ്. ഇവയുടെ ധർമ്മവും വ്യത്യാസമാണ്. കോശാംഗങ്ങളെ പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. ചിത്രത്തിൽ കാണുന്നവ ഒന്ന് നോക്കൂ. ഏതാണ്? ഒന്ന് ഏകകോശ ജീവിയാണ് അല്ലേ. ബഹുകോശ ജീവികളിലെ കോശങ്ങളുമാണ് തന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ സ്കൂൾ ലാബിൽ വിവിധതരം കോശങ്ങളുടെ പെർമനന്റ് സ്ലൈഡ് ഉണ്ടല്ലോ. ടീച്ചറുടെ സഹായത്തോടെ മൈക്രോസ്കോപ്പിലൂടെ ഒരു ജന്തുകോശത്തിന്റെ സ്ലൈഡ് നിരീക്ഷിക്കുക. എന്താണ് കാണുന്നത് എന്നുള്ളത് നിങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കുക. കോശത്തിന്റെ അതിര് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ കോശസ്തരം എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രത്തിന്റെ സഹായത്തോടെ കോശത്തിന്റെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിയാനാണ് ഒരു ജന്തുകോശമാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇതിൽ എന്തൊക്കെയാണുള്ളത് കൂട്ടുകാരെ? കോശദ്രവ്യം, കോശസ്തരം, ഫേനം, ന്യൂക്ലിയസ്, റൈബോസോം, മൈറ്റോകോൺട്രിയൻ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇത്രയും സംഭവങ്ങളാണ് ഒരു ജന്തുകോശത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് നിങ്ങൾ അവിടെ സൈഡിൽ എഴുതുകയും ചെയ്യുക. ഇവിടെ പിക്ചർ നോക്കി ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇനി കോശത്തിൻ്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും എന്താണ്? ഇത്രയും ഭാഗങ്ങളുണ്ടെന്ന് മനസ്സിലായി അല്ലേ. പക്ഷേ ഇവയെല്ലാം ചെയ്യുന്നത് ഒരേ പ്രവർത്തനമാണോ, അല്ലെങ്കിൽ എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കോശത്തിൻ്റെ ഭാഗങ്ങളെ പരിചയപ്പെട്ടല്ലോ. ജന്തുകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവ നിർവഹിക്കുന്ന ധർമ്മവും പട്ടികയിൽ നൽകിയിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് എന്താണ്? കോശസ്തരമാണ്. അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കോശത്തിനെ ആവരണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, കോശത്തിനെ ആവരണം ചെയ്യുന്നത് ഈ ഒരു കോശസ്തരമാണ്. രണ്ടാമത്തത് കോശദ്രവ്യമാണ്. ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് ഇതാണ്. ന്യൂക്ലിയസ് കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഫേനം ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നു. റൈബോസോം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയെ വർത്തിക്കുന്നു. മൈറ്റോകോൺട്രിയൻ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഓരോന്നിനും എന്താണ്? ഓരോ ധർമ്മമാണ് ഉള്ളത്. പട്ടിക വിശകലനം ചെയ്ത് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തണം. ഒന്നാമത്തേത് കോശസ്തരത്തിൻ്റെ ധർമ്മം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ധർമ്മം? കോശത്തിനെ ആവരണം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് കോശത്തിലെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ഓക്കെ. മൂന്നാമത്തേത് കോശത്തിലെ ഊർജ്ജ നിലയമായി പ്രവർത്തിക്കുന്ന കോശാംഗം മൈറ്റോകോൺട്രിയൻ ആണ്. അടുത്തത് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി പ്രവർത്തിക്കുന്ന കോശാംഗം എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ഫേനത്തിൻ്റെയും റൈബോസോമിൻ്റെയും ധർമ്മത്തിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേനത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുക, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. സംഭരിക്കുക എന്നതും പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് റൈബോസോമിൻ്റെ ധർമ്മം. ഓക്കെ, അപ്പോൾ രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള ധർമ്മമാണ് ഉള്ളത്. ഇനി ജന്തുകോശത്തിലെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് സസ്യകോശത്തിലും ഇതുപോലെയാണോ എന്നുള്ളത് നമുക്ക് പരീക്ഷിച്ചു നോക്കാം.
അടുത്തത് സസ്യകോശത്തെക്കുറിച്ചാണ് പറയുന്നത്. ജന്തുകോശത്തിൽ നിങ്ങൾ കണ്ടെത്തിയ എല്ലാ ഭാഗങ്ങളും സസ്യകോശത്തിൽ കാണുന്നുണ്ടോ? സസ്യകോശത്തിന്റെ ഭാഗങ്ങൾ ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. ഇവിടെ എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺട്രിയൻ ഉണ്ട്, റൈബോസോം ഉണ്ട്, കോശസ്തരമുണ്ട്, ഫേനം, ക്ലോറോപ്ലാസ്റ്റിക്, കോശദ്രവ്യം, കോശഭിത്തി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ്, ഇത്രയുമാണ് ഉള്ളത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. കുറച്ച് എഴുതിയിട്ടുണ്ട്, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നോക്കിയിട്ട് നിങ്ങളിവിടെ എഴുതുക. ഇനി സസ്യകോശം ജന്തുകോശത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ചില കാര്യങ്ങൾ കൂടുതലായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? അപ്പോൾ ജന്തുകോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും ഭാഗങ്ങൾ സസ്യകോശത്തിൽ കാണുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്താനാണ് പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ്? ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റ്, കോശഭിത്തി എന്നിവയൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ജന്തുകോശത്തിൽ വ്യത്യാസമായി സസ്യകോശത്തിൽ കാണുന്ന ഭാഗങ്ങളും അവയുടെ ധർമ്മവുമാണ്. ഒന്ന് കോശഭിത്തി. കോശഭിത്തി എന്ന് പറയുന്നത് കോശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അടുത്തത് ക്ലോറോപ്ലാസ്റ്റ് ആണ്, പ്രകാശ സംശ്ലേഷത്തിന് വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ ജന്തുകോശ, സസ്യകോശം എന്നിവയുടെ ഭാഗങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് മനസ്സിലായി അല്ലേ? കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയൻ, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവ മറ്റു കോശാംഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ കോശാംഗത്തിൻ്റെയും പേരുകളാണ്. ഇനി ഒരു ചാർട്ടിൽ സസ്യകോശത്തിൻ്റെയും ജന്തുകോശത്തിൻ്റെയും ചിത്രങ്ങൾ വരച്ച് അടയാളപ്പെടുത്തൂ. നിങ്ങൾ ചിത്രീകരിച്ച ജന്തുകോശത്തിൻ്റെയും സസ്യകോശത്തിൻ്റെയും സാമ്യ വ്യത്യാസങ്ങൾ ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ എഴുതും. അപ്പോൾ സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണ്? കോശത്തിനുള്ളിലെ പ്രധാന കോശാംഗമായ ന്യൂക്ലിയസ് രണ്ടിലുമുണ്ട് അല്ലേ? ഇത് കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. രണ്ടിലും കോശസ്തരം, കോശദ്രവ്യം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയോൺ, റൈബോസോം, ഫേനം എന്നിവ ഉണ്ട്. ഇനി വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്ന കോശസ്തരത്തിനു പുറമെ സസ്യകോശങ്ങൾക്ക് ഒരു കോശഭിത്തിയുണ്ട്. സസ്യകോശങ്ങളിൽ പ്ലാസ്റ്റുകളുണ്ട്, പക്ഷേ ജന്തുകോശങ്ങളിൽ ഇല്ല. സസ്യകോശത്തിലെ ഫേനം വലുതാണ്, ജന്തുകോശത്തിനുള്ളിൽ ചെറുതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി കോശ മാതൃക നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യണം? കാർഡ്ബോർഡ്, വെള്ള ചാർട്ട് പേപ്പർ, മുത്തുകൾ, നിറമുള്ള നൂലുകൾ, ഈർക്കിലി തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് സസ്യകോശത്തിൻ്റെയും ജന്തുകോശത്തിൻ്റെയും മാതൃക നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ ഒന്ന് ക്ലാസ്സിൽ ചെയ്തു നോക്കാം. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാം, എന്നിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചാലും മതി. ഇനി ചെറുതും വലുതും. നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ശരീര വലുപ്പമാണോ ഇപ്പോൾ നിങ്ങൾക്കുള്ളത്? അല്ല അല്ലേ? ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ വളരെ ചെറുതായിരിക്കും, വലുതാവുമ്പോഴോ വലുതായിട്ട് മാറും. അപ്പം നിങ്ങൾ വളർന്നപ്പോൾ അവിടെ എന്താണ്? കോശങ്ങളും വളരെയാണോ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വളർന്നത്? കോശങ്ങൾ വളരെ ആയിരിക്കുമോ? അല്ലല്ലേ? കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം. ചെറിയ കെട്ടിടങ്ങൾക്ക് ചെറിയ കട്ടയും വലിയ കെട്ടിടങ്ങൾക്ക് വലിയ കട്ടയുമാണോ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? അല്ല, എല്ലാത്തിനും ഒരേ കട്ട തന്നെയാണ്. പക്ഷെ വലിയ വീടാകുമ്പോൾ ഒരുപാട് കട്ടകൾ ഉപയോഗിക്കണം എന്ന് മാത്രം. അപ്പോൾ ഒരേ വലിപ്പമുള്ള കട്ടകളല്ലേ ഉപയോഗിക്കുന്നത്. ചെറിയ വീടുണ്ടാക്കാൻ കട്ടകളുടെ എണ്ണത്തിലാണ് കുറവ് വരുന്നത്. വലിയ വീടുണ്ടാക്കാൻ കട്ടകൾക്ക് ആവശ്യമില്ലേ? ആവശ്യമുണ്ട്, പക്ഷെ കുറച്ചേ ആവശ്യമുള്ളൂ അല്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വലിപ്പം കൂടുന്നത് കൊണ്ടല്ല, മറിച്ച് അവയുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത്. ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണവും കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം തന്നെയാണ്. ഇനി കോശങ്ങൾ തന്നെ പല വിധത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണല്ലോ. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരേ തരം കോശമായിരിക്കുമോ കാണുന്നത്? ആയിരിക്കില്ല അല്ലെ? ഓരോന്നിനും വ്യത്യാസം ഉണ്ടായിരിക്കും. കുട്ടിയുടെ സംശയം ന്യായം. കണ്ണും കാലും കൈയുമെല്ലാം ശരീരഭാഗങ്ങളാണല്ലോ. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഇനം കോശങ്ങളാണോ കാണപ്പെടുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കൂ, രക്തകോശങ്ങൾ, നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, 3 എണ്ണമാണ് തന്നിട്ടുള്ളത് അല്ലേ? 3ഉം ഒരേപോലെയാണോ? അല്ല, 3ലും വ്യത്യാസം കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ഇവയുടെ എല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല, ആകൃതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓരോ കോശവും ഓരോ രീതിയിലാണ്, ഓരോന്നിനും ഓരോന്നിൻ്റെതായിട്ടുള്ള ധർമ്മവും കാണാനുള്ള വ്യത്യാസവും ഉണ്ടായിരിക്കും. ഇനി കോശങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ച് പറയുന്നു. സമാനമായ ആകൃതിയുള്ളതും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെ
കലകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, പലതരം കലകളുണ്ട്. ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണല്ലോ ത്വക്ക്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവയാണ് ആവരണ കലകൾ എന്ന് പറയുന്നത്. നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് നാഡീകലകൾ, പേശീകോശങ്ങൾ കൂടിച്ചേർന്ന് പേശീകലകൾ എന്നിങ്ങനെ പലതരം കലകളുമുണ്ട്. അപ്പോൾ ഇവിടെ ആവരണ കലകൾ, നാഡീകലകൾ, പേശീകലകൾ, ഇതിൻ്റെ മൂന്നിൻ്റെയും ചിത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സസ്യങ്ങളിലും ഇത്തരത്തിൽ വിവിധ കലകൾ കാണപ്പെടുന്നുണ്ട്. ജന്തുക്കളിൽ മാത്രമല്ല സസ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ അനേകം കലകൾ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ കലകൾ ചേർന്ന് വിവിധ അവയവങ്ങൾ ഉണ്ടാകുന്നു. കരൾ, ഹൃദയം തുടങ്ങിയ അവയവങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് എന്താണ്? അവയവ വ്യവസ്ഥയാണല്ലേ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. എന്തൊക്കെയാണ് കാണുന്നത്? നാസാരന്ധ്രം, ശ്വാസനാളം, ശ്വാസകോശം, ഇത് മൂന്നുമാണ് അവിടെ കാണുന്നത് അല്ലേ. അതാണ് ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവയൊക്കെ അവയവങ്ങളാണോ? ചർച്ച ചെയ്യാനാണ് പറയുന്നത്. ഇതൊന്നും അവയവങ്ങളല്ല, പ്രവർത്തനങ്ങളാണല്ലേ. അപ്പോൾ വ്യത്യസ്ത അവയവങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിച്ച് അവയവ വ്യവസ്ഥയായി മാറുന്നു. ശ്വാസകോശം ഒരു അവയവമാണ്. അതുപോലെ രാസാന്തരങ്ങളും ശ്വാസനാളവും അവയവങ്ങളാണ്. ഇവ ചേർന്ന് ശ്വസന വ്യവസ്ഥയാകുന്നു. അപ്പോൾ ശ്വസന വ്യവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. രക്തപര്യന വ്യവസ്ഥ മറ്റൊരു അവയവ വ്യവസ്ഥയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ചേർന്നാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. ഇവിടെ ചിത്രങ്ങൾ നോക്കൂ. ആദ്യം നമ്മൾ പറഞ്ഞു അടിസ്ഥാന ഘടകമായിട്ടുള്ള കോശങ്ങൾ ചേർന്ന് അവിടെ കലകൾ രൂപപ്പെടുന്നു. കലകൾ രൂപപ്പെട്ട് അവിടെ അവയവങ്ങൾ ഉണ്ടാകുന്നു. അവയവങ്ങളിൽ നിന്ന് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഒരു ജീവി രൂപപ്പെടുന്നത്. അപ്പം നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തണം. ആദ്യം എന്ത് വരും? കോശങ്ങൾ, പിന്നെ കലകൾ, അവയവങ്ങൾ, അവയവ വ്യവസ്ഥ, ജീവി. ഓക്കെ, അപ്പോൾ ചെറിയ കോശങ്ങളിൽ നിന്ന് ജീവിതയാത്ര തുടങ്ങിയ ഞാനാണല്ലോ ഇത്രയും വലുതായിരിക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത് അല്ലെ. അങ്ങനെ തന്നെയാണ്, ആ ചെറുതിൽ നിന്നുമാണ് നമ്മൾ ഇത്രയും വലുതായിട്ടുള്ളത്. ജീവലോകം വളരെയധികം വൈവിധ്യം നിറഞ്ഞതാണല്ലോ. ഈ വൈവിധ്യം ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ തന്നെ ആരംഭിക്കുന്നു. ഏകകോശ ജീവി മുതൽ ബഹുകോശ ജീവി വരെ എത്ര തരം ജീവികളാണുള്ളത്? ഇവയെല്ലാം തമ്മിൽ സാദൃശ്യവും വ്യത്യാസവും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് പ്രകൃതിയുടെ സൗന്ദര്യവും. പ്രകൃതിയെ അറിഞ്ഞും ആസ്വദിച്ചും നോവിക്കാതെയും മുന്നേറാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ എല്ലാം കൂടി ചേർന്നതാണ്. പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് നോക്കാം? വിലയിരുത്താൻ പ്രവർത്തനം നോക്കാം. കോശങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് ഏതെല്ലാം? എല്ലാ കോശങ്ങളിലും കോശഭിത്തിയുണ്ട്. എല്ലാ കോശങ്ങളിലും കോശസ്തരമുണ്ട്. എല്ലാ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. എല്ലാ കോശങ്ങളിലും കോശദ്രവ്യമുണ്ട്. ഇതിലെ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്? എല്ലാ കോശങ്ങളിലും കോശഭിത്തിയുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ശരിയായിട്ടുള്ളത്. തെറ്റ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്. അപ്പോൾ ഇതിൽ എയും അതുപോലെ തന്നെ എല്ലാ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നതും തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എയും സിയും ആണ്. രണ്ടാമത്തത് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കൂ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പ്രസ്താവനകളിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം എന്ത്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ജന്തു ശരീരവും കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ഇതുമായിട്ട് എത്തിച്ചേരാവുന്ന നിഗമനം ഏതാണ്? ജീവജാലങ്ങളുടെ കോശങ്ങളിൽ വൈവിധ്യമില്ല. എല്ലാ വസ്തുക്കളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ് കൂട്ടുകാരെ? എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ളത്. എല്ലാ വസ്തുക്കളും, ഇപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കൾ കോശങ്ങൾ കൊണ്ടല്ല നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ ജീവജാലങ്ങൾ മാത്രമേ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയുള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തേതിലേക്ക് കടക്കാം. തന്നിരിക്കുന്നവയെ ക്രമമായി എഴുതൂ എന്നുള്ളതാണ്. കോശങ്ങൾ, ജീവി, കലകൾ, അവയവ വ്യവസ്ഥ, അവയവം. ഇവ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? കോശങ്ങൾ പിന്നെ കലകളായി മാറുന്നു. കലകൾ അവയവമായി മാറുന്നു. അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു. പിന്നെ ജീവിയായിട്ട് മാറുന്നു. നാലാമത്തത് ഏകകോശ ജീവികളുടെ കോശം ചെറുതും ബഹുകോശ ജീവികളുടെ കോശം വലുതുമാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത്? ഈ പ്രസ്താവന എന്താണ്? ശരിയല്ല. ഈ പ്രസ്താവന ശരിയല്ല. ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്, അല്ലാതെ കോശത്തിന് വലിപ്പത്തിലുള്ള വ്യത്യാസം അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ. ഇനി തുടർ പ്രവർത്തനങ്ങൾ 1 സസ്യഭാഗങ്ങളുടെ സ്ലൈഡുകൾ തയ്യാറാക്കി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. 2 റോബർട്ട് ഹുക്ക് കോശചരിത്രം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലൈബ്രറി പുസ്തകങ്ങളിൽ നിന്നോ ഇന്റർനെറ്റിൽ നിന്നോ ശേഖരിക്കൂ. കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രവർത്തനങ്ങൾ ആണ്.
അടുത്ത പാഠഭാഗം 7ാമത്തെ പാഠഭാഗമാണ് മാറ്റങ്ങളുടെ ലോകം എന്നുള്ളതാണ്. നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്യുക. എക്സാമിന് ഇതുവരെയുള്ള പാഠഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.